നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഹമാസ് ഇസ്രായേൽ ഏറ്റുമുട്ടൽ ശക്തമാകുന്നതിനിടെ ഇസ്രായേലിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം ഇന്ത്യ റദ്ദാക്കി. സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഇന്ത്യയുടെ ഈ തീരുമാനം. 18,000 ഇന്ത്യൻ പൗരന്മാർ ഇസ്രായേലിൽ ഉണ്ടെന്നാണ് കണക്ക്. മുതിർന്നവരെ ശുശ്രൂഷിക്കുന്ന കെയർ ഗിവർ ജോലിക്കെത്തിയവരാണ് അധികവും. വജ്രവ്യാപാരം, IT നിർമ്മാണ മേഖല തുടങ്ങിയ രംഗങ്ങളിലും ഇന്ത്യക്കാരുടെ സാന്നിധ്യങ്ങളുണ്ട്. കെയർ ഗിവർമാരായി എത്തിയവരിൽ നല്ലൊരു പങ്ക് മലയാളികളാണ്. ടെൽ അവീവ്, ബെർഷെവ, റംല എന്നീ മേഖലകളിലാണ് ഇന്ത്യക്കാർ ഏറെയുമുള്ളത്. ഇവർക്ക് പുറമെ ഇന്ത്യൻ വംശജരായ 85,000 ജൂതരും ഇസ്രായേലിലുമുണ്ട് എന്ന് എംബസി വ്യക്തമാക്കുന്നു. ആവശ്യഘട്ടത്തിൽ ഇന്ത്യക്കാർക്ക് എംബസിയുമായി ബന്ധപ്പെടാം. ഫോൺ 7235226748. ഇമെയിൽ cons1 അതായത് cons1.televiv@mia.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്നത്. നേരത്തെ ഹമാസ് ഇസ്രായേൽ വ്യോമാക്രമണത്തെ തുടർന്ന് ഡൽഹിയിൽ നിന്ന് ടെൽ അവീവിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം സർവീസ് റദ്ദാക്കിയിരുന്നു. ടെൽ അവീവിൽ നിന്ന് തിരിച്ചുള്ള സർവീസും റദ്ദാക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് സർവീസ് റദ്ദാക്കിയത് എന്ന് എയർ ഇന്ത്യ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ചില വിദേശ വിമാന കമ്പനികളും സർവീസ് റദ്ദാക്കിയിരുന്നു. ജർമ്മൻ എയർലൈൻസ്, സ്വിസ് എയർ, ഓസ്ട്രിയൻ എയർലൈൻസ്, ടർക്കിഷ് എയർലൈൻസ് എന്നിവരാണ് വിമാന സർവീസ് റദ്ദാക്കിയത്. ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർക്ക് കേന്ദ്ര സർക്കാർ നേരത്തെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അധികൃതരുടെ നിർദ്ദേശം പാലിക്കണം, അനിവാര്യമായി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത്, സുരക്ഷിതമായ താവളത്തിൽ സമീപത്ത് കഴിയണം, സർക്കാർ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പിന്തുടരണം എന്ന നിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ എംബസിയുമായി ബന്ധപ്പെടാനുള്ള നമ്പറുകളും കേന്ദ്രം പുറത്തിറക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഭാരതീയർക്കുള്ള എല്ലാ സുരക്ഷയും ഭാരതം അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ നിരീക്ഷിച്ച് വരികയാണ്. കൂടുതലും മലയാളികളാണ് അവിടെ ഉൾപ്പെടുന്നത്. മലയാളികളടക്കം കഴിഞ്ഞ ദിവസങ്ങൾ മാധ്യമങ്ങളോടൊക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. തലനാടിരയ്ക്കൊക്കെ തന്നെ രക്ഷപ്പെടുന്ന അമ്മയും കുഞ്ഞിനെയും ഒക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. എന്തായാലും യുദ്ധം ഉടനെ തന്നെ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ യുദ്ധഭൂമിയിലുള്ള മലയാളികളെ അടക്കമുള്ളവരെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സജ്ജീകരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്.